ഒരു കപ്പലപകടത്തിൽപ്പെട്ട് വിജനമായൊരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന റോബിൻസൺ ക്രൂസോയുടെയും അയാൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഫ്രൈഡേ എന്ന സുഹൃത്തിൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 1719 പ്രസിദ്ധീകരിക്കപ്പെട്ട ഡാനിയൽ ഡീഫോയുടെ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ആ സിനിമ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെയും ഒരു നൂറ്റാണ്ടിന് ശേഷം ജോഹാൻ ഡേവിഡ് വൈസ് എന്ന സ്വിസ് സാഹിത്യകാരൻ എഴുതി 1812 പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു നോവലാണ് സ്വിസ് ഫാമിലി റോബിൻസൺ. പേരിലും കഥാതന്തുവിലും സാമ്യത തോന്നുമെങ്കിലും രണ്ട് നോവലുകളുടെയും കഥകൾ തികച്ചും വ്യത്യസ്തമാണ്. റോബിൻസൺ ക്രൂസോ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുകയായിരുന്നുവെങ്കിൽ ഇവിടെ ദ്വീപിൽ അകപ്പെടുന്നത് ന്യൂഗിനിയിലേക്ക് കുടിയേറാനായി പുറപ്പെടുന്ന ഒരു കുടുംബമാണ്. അവർക്കവിടെ നേരിടേണ്ടി വന്നതാകട്ടെ വന്യമൃഗങ്ങളെയും ക്രൂരന്മാരായ കടൽ കൊള്ളക്കാരെയുമാണ്. പക്ഷേ തങ്ങൾ വന്നുപെട്ട ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാതെ ആ ദ്വീപിനെ തന്നെ ഒരു സ്വർഗമാക്കി മാറ്റാൻ ശ്രമിച്ച റോബിൻസൺ കുടുംബത്തിൻ്റെയും അവർ നേരിടുന്ന പ്രതിസന്ധികളുടെയും കഥ പറയുന്ന ജോഹാൻ ഡേവിഡിൻ്റെ ഈ നോവലിനെ അടിസ്ഥാനമാക്കി 1960 പുറത്തുവന്ന രസകരമായ സിനിമയാണ് സ്വിസ് ഫാമിലി റോബിൻസൺ. കഥ ആരംഭിക്കുന്നത് 1800കളുടെ തുടക്കത്തിലാണ്. നെപ്പോളിയന്റെ യുദ്ധങ്ങളും ഫ്രഞ്ച് റവല്യൂഷൻ ആർമിയുടെ കടന്നുകയറ്റവും സ്വിറ്റ്സർലൻഡിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം അസ്ഥിരമാക്കിയിരുന്നു. തൻ്റെ കുടുംബത്തോടൊപ്പം ഇനി യൂറോപ്പിൽ സമാധാനത്തോടെ താമസിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വില്യം റോബിൻസൺ അവരെയുമായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോളനിയായിരുന്ന ന്യൂ ഗിനിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ പോകും വഴി ആ കപ്പൽ കടൽക്കൊള്ളക്കാർ ആക്രമിക്കുകയും അത് വഴിതെറ്റി വലിയൊരു കൊടുങ്കാറ്റിൽപ്പെടുകയും ചെയ്തു. കപ്പലിൻ്റെ ക്യാപ്റ്റനും ജോലിക്കാരുമെല്ലാം കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ റോബിൻസണും കുടുംബവും കഴിഞ്ഞിരുന്ന ആ മുറി അവർക്ക് തുറക്കാനാവുന്നുണ്ടായിരുന്നില്ല. മറ്റെല്ലാവരും രക്ഷപ്പെട്ടപ്പോഴും ആ കുടുംബം മാത്രം ആ കപ്പലിൽ ഒറ്റയ്ക്കായി. നിയന്ത്രണമില്ലാതെ ആ കപ്പൽ കടലിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒടുവിലത് വലിയൊരു പാറയിൽ ഇടിച്ചപ്പോഴാണ് കപ്പൽ കരയ്ക്കടുത്തു വന്ന ആ കുടുംബത്തിന് മനസ്സിലായത്. വില്യമും ഒപ്പം അയാളുടെ 3 ആൺമക്കളും ചേർന്ന് ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം ആ മുറിയുടെ വാതിൽ തകർത്ത് പുറത്തേക്കിറങ്ങി. മൂത്ത മകനായ ഫ്രിറ്റ്സാണ് ക്യാപ്റ്റനും സംഘവും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും തങ്ങൾ ഒറ്റയ്ക്കാണ് എന്നും ആദ്യം മനസ്സിലാക്കിയത്. കപ്പൽ ഏത് നിമിഷവും മുങ്ങിയേക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ വില്യം വേഗം തന്നെ തൻ്റെ കുടുംബത്തെയുമായി മുകൾ തട്ടിലേക്കെത്തി. നമുക്ക് ഈ കപ്പൽ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് രണ്ടാമൻ ഏൺസ്റ്റ് ചോദിച്ചു. പക്ഷേ നന്നാക്കിയെടുക്കാനും മാത്രമുള്ള കേടുപാടുകളല്ല കപ്പലിനുള്ളത് എന്ന് ഫ്രിറ്റ്സിനറിയാമായിരുന്നു. എന്നാൽ കപ്പലിൻ്റെ തടി ഉപയോഗിച്ച് തങ്ങൾക്കൊരു ചങ്ങാടമുണ്ടാക്കാൻ കഴിയും. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തവനും ഏറ്റവും ഇളയവനുമായ ഫ്രാൻസിസ് ആ കാഴ്ച കണ്ടത്. ആ കപ്പലിനുള്ളിൽ താറാവും കോഴിയും ആടും പശുവും പന്നിയും കഴുതയും തുടങ്ങിയ ഒരുപാട് മൃഗങ്ങളും ഉണ്ടായിരുന്നു. നമുക്കിതിനെ എല്ലാം രക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് പറഞ്ഞപ്പോൾ ആദ്യം തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാനാണ് വില്യം തീരുമാനിച്ചത്. അതുമാത്രമല്ല, കപ്പലിപ്പോൾ ഒരു പാറക്കെട്ടിന് മുകളിലിരിക്കുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങളെയുമായി അത് മുങ്ങിപ്പോകില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഫ്രാൻസിസ് ക്യാപ്റ്റന്റെ നായ്ക്കളായ ടർക്കിനെയും ഡ്യൂക്കിനെയും കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ സമയം വൈകാതെ തന്നെ അവർ 4 പേരും ചേർന്ന് സാമാന്യം വലിപ്പമുള്ളൊരു ചങ്ങാടം നിർമ്മിച്ചു. ഫ്രാൻസിസ് അതിൽ ആ താറാവിനെയും ആ നായ്ക്കളെയും എല്ലാം കയറ്റിയെങ്കിലും വില്യം അതിന് സമ്മതിച്ചില്ല. ഭാര്യ എലിസബത്തിനെയും മക്കൾ 3 പേരെയും സുരക്ഷിതമായി കരയിൽ എത്തിച്ച ശേഷം മൃഗങ്ങളെ രക്ഷിച്ച് അവിടേക്ക് കൊണ്ടുപോകാനായിരുന്നു അയാളുടെ പദ്ധതി. എലിസബത്ത് ആകട്ടെ ചങ്ങാടത്തിലേക്ക് കയറുന്നതിനിടയ്ക്ക് വെള്ളത്തിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിലും അവരുടെ ദേഹത്ത് കയറ് കെട്ടിയിരുന്നത് കൊണ്ട് തന്നെ മുങ്ങിപ്പോകാതെ അവർ അമ്മയെ ചങ്ങാടത്തിലേക്ക് വലിച്ചു കയറ്റി. അങ്ങനെ ആവശ്യത്തിന് ഭക്ഷണവും കുറച്ച് ആയുധങ്ങളുമായി ചങ്ങാടത്തിൽ അവർ തുഴഞ്ഞു തുടങ്ങുമ്പോൾ ഡ്യൂക്കും ടർക്കും അവർക്ക് പിന്നാലെ കടലിലേക്ക് ചാടി അവർക്കൊപ്പം നീന്താൻ ആരംഭിച്ചു. അവരെ കൂടി ചങ്ങാടത്തിൽ കയറ്റിയാൽ ചങ്ങാടം മുങ്ങിയേക്കുമോ എന്ന് വില്യം ഭയപ്പെട്ടു. എന്നാൽ ആ നായ്ക്കൾ 2 പേരും പിന്തിരിയാതെ തങ്ങൾക്ക് പിന്നാലെ നീന്തി വരികയാണ്. അതേസമയം വില്യമും മക്കളും ചങ്ങാടം പാറകളിലിടിക്കാതെ ഒരുവിധം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. തീരത്തോട് ചേർന്ന് ശക്തമായ തിരമാലകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ നായ്ക്കൾ 2 മുങ്ങിപ്പോകുമോ എന്ന് എലിസബത്ത് ആദ്യ പിടിച്ചു. ആദ്യം അവർ 2 പേരും നീന്തി വന്നുകൊള്ളുമെന്ന് വില്യം പറഞ്ഞുവെങ്കിലും ഇനി എങ്ങാനും ആ മിണ്ടാപ്രാണികൾ മുങ്ങിത്താന്ന് പോയാലോ എന്ന് പേടിച്ച്
അയാൾ അവരെ രണ്ടുപേരെയും ചങ്ങാടത്തിലേക്ക് പിടിച്ചു കയറ്റി. പാറക്കെട്ടുകൾക്കിടയിലെ തിരയിൽപ്പെട്ട് ചങ്ങാടം ആടി ഉലഞ്ഞുവെങ്കിലും ഭാഗ്യമെന്നോണം ഒന്നും പറ്റാതെ ആ കുടുംബം തീരത്തേക്കെത്തി. കരയിലെത്തിയ ഉടൻ തന്നെ ഫ്രാൻസിസും നായ്ക്കളും ആ തീരത്ത് വലിയൊരു കടലാമയെ കണ്ടെത്തി. ഫ്രാൻസിസിനെ പോലെ ആ നായ്ക്കൾക്കും അതൊരു പുതിയ കാഴ്ചയായിരുന്നു. അങ്ങനെ ആ തീരത്ത് വന്നിറങ്ങിയ പാടെ തന്നെ തങ്ങളെ സുരക്ഷിതമായി തീരത്തെത്തിച്ച ദൈവത്തിന് ആ കുടുംബം നന്ദി പറഞ്ഞു. പിന്നീട് അച്ഛനും ആൺമക്കളും ചേർന്ന് ആ തീരത്തൊരു കൂടാരം നിർമ്മിക്കാൻ ആരംഭിച്ചു. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ തീരത്തോട് ചേർന്നുള്ള കാട്ടിലൊരു കടുവ നിൽപ്പുണ്ടായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞതേയില്ല. ഇര പിടിച്ച് വിശപ്പ് മാറിയിരുന്നുകൊണ്ടാവണം അവരെ ഉപദ്രവിക്കാതെ ആ കടുവ കാട്ടിലേക്ക് മടങ്ങി. അപ്പോഴും വില്യമും കുടുംബവും അത് ശ്രദ്ധിച്ചതേയില്ല. ഒരു വലിയ യാത്രയുടെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ ആ തീരത്തുറങ്ങി പിറ്റേന്ന് കപ്പലിലേക്ക് തിരിച്ചുപോയി കൂടുതൽ സാധനങ്ങൾ എടുക്കാനും ആ മൃഗങ്ങളെ അവിടേക്ക് കൊണ്ടുവരാനും അവർ തീരുമാനിച്ചു. രാത്രിയിൽ തൻ്റെ ഭാര്യയും മക്കളും ഉറങ്ങുമ്പോൾ വില്യം അവർക്ക് കാവലിരുന്നു. പക്ഷേ അയാൾ അങ്ങനെ ഉറങ്ങാതിരിക്കുന്ന കണ്ട് എലിസബത്ത് അയാൾക്കടുത്തേക്ക് ചെന്ന് കുറച്ചു നേരമെങ്കിലും ഉറങ്ങാൻ അയാളോട് പറഞ്ഞു. പക്ഷേ വില്യം ആലോചനയിലായിരുന്നു. ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടാനുള്ള അയാളുടെ തീരുമാനത്തെ അയാൾ സംശയിച്ചു. തൻ്റെ കുടുംബത്തെയുമായി ഒറ്റപ്പെട്ട ഈ തീരത്ത് വന്നുപെടേണ്ടി വന്ന വിധിയെക്കുറിച്ചോർത്ത് അയാൾ ആശങ്കപ്പെട്ടു. പക്ഷേ എലിസബത്ത് അയാളെ ആശ്വസിപ്പിച്ചു. നമ്മളിപ്പോൾ യൂറോപ്പിലായിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളിപ്പോൾ യുദ്ധത്തിന് പോകേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയാണ് ഒരു പുതുജീവിതം തേടി യൂറോപ്പ് വിടാൻ തീരുമാനിച്ചത്. കപ്പൽ അപകടത്തിൽപ്പെട്ടത് നിങ്ങളുടെ തെറ്റല്ലല്ലോ. എലിസബത്ത് ഇങ്ങനെ സാന്ത്വനിപ്പിച്ചപ്പോൾ വില്യമിന് ആശ്വാസമായി. നമ്മളെ തേടി ഒരു കപ്പൽ ഇവിടേക്ക് വരാതിരിക്കില്ല എന്നും നമ്മൾ ന്യൂഗിനിയിലേക്ക് എത്തുമെന്നുമുള്ള പ്രതീക്ഷ അയാൾ അവരോട് പങ്കുവച്ചു. അങ്ങനെ പിറ്റേ ദിവസം വില്യമും കുട്ടികളും കപ്പലിലേക്ക് തിരിച്ചെത്തി. ആടുകളെയും പന്നികളെയും കോഴികളെയും തുടങ്ങിയ എല്ലാ മൃഗങ്ങളെയും അവർ താഴെ തട്ടിൽ നിന്ന് മുകളിലെത്തിച്ചു. പക്ഷെ അതിനിടയ്ക്കാണ് ഏൺസ്റ്റ് ദൂരെ ഒരു കപ്പൽ കണ്ടത്. ശുഭപ്രതീക്ഷയിൽ വില്യമും ഫ്രിറ്റ്സും മുകൾ തട്ടിലേക്ക് എത്തി നോക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലായത്. തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്ന കപ്പൽ കടൽ കൊള്ളക്കാരുടെ കപ്പലാണ്. തങ്ങൾ വഴിതെറ്റി കൊടുങ്കാറ്റിൽപ്പെടാൻ കാരണമായ അതേ കപ്പൽ. പെട്ടെന്നാണ് അവരവിടെ ഇരിക്കുന്ന ആ പീരങ്കി ശ്രദ്ധിച്ചത്. കയ്യിൽ കിട്ടിയാൽ കൊള്ളക്കാർ തങ്ങളെ കൊന്നുകളഞ്ഞ് കപ്പലിലുള്ളതെല്ലാം അപഹരിക്കുമെന്നറിയാവുന്ന വില്യം ആ പീരങ്കി അവർക്ക് നേരെ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ കപ്പൽ മുക്കാൻ ആ ഒരു പീരങ്കി തന്നെ ധാരാളമായിരുന്നു. പക്ഷെ അവർ ആ പീരങ്കി കൊള്ളക്കാരുടെ കപ്പലിന് നേരെ തിരിക്കും മുന്നേ തന്നെ കൊള്ളക്കാർ പീരങ്കി ആക്രമണം തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴാണ് പീരങ്കി തുടയ്ക്കാനായി ഏൺസ്റ്റ് എടുത്തുകൊണ്ടുവന്ന തുണികൾക്കിടയിൽ വില്യം ഒരു മഞ്ഞ കൊടി കാണുന്നത്. അല്പനേരത്തിന് ശേഷം തങ്ങളെ ആക്രമിക്കാൻ വന്ന കൊള്ളക്കാരുടെ കപ്പൽ പിന്തിരിയുന്ന കണ്ട് ഏൺസ്റ്റും ഫ്രിറ്റ്സും അത്ഭുതപ്പെട്ടു. തങ്ങൾ പീരങ്കി തിരിക്കുന്ന കണ്ടവർ ഭയന്നോടിയതാണോ എന്ന് ഇരുവരും സംശയിച്ചു. പക്ഷേ കാര്യം അതൊന്നും ആയിരുന്നില്ല. വില്യം തൻ്റെ കയ്യിൽ കിട്ടിയ കൊടി കപ്പലിൽ ഉയർത്തിയിരുന്നു. കപ്പലിനുള്ളിൽ പ്ലേഗ് പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ടവരുള്ളപ്പോൾ നാവികർ ഉയർത്തുന്ന കൊടിയായിരുന്നു അത്. അത് കണ്ട് രോഗം ഭയന്നാണ് കൊള്ളക്കാർ മടങ്ങിയത്. പിന്നെ അവർ ഒട്ടും വൈകിയില്ല. മൃഗങ്ങളെയെല്ലാം വലിയ തടിവയ്പ്പുകളോട് ചേർത്ത് കെട്ടി അവർ കടലിലേക്ക് ഇറക്കി. പന്നികളും ആടുകളും പശുക്കളുമെല്ലാം ആ വീപ്പുകളോടൊപ്പം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. കോഴികളും താറാവുകളും ആ വീപ്പകൾക്കും പെട്ടികൾക്കും മുകളിലായി നിന്നു. ശേഷം അവരെല്ലാം വലിച്ചുകൊണ്ട് ആ ചങ്ങാടം പതിയെ കരയിലേക്ക് നീങ്ങി. മൃഗങ്ങളെയെല്ലാം സുരക്ഷിതരാക്കി അങ്ങനെ കരയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് അവിടേക്ക് സ്രാവുകൾ കടന്നു വരുന്നത്. അവയെ ആ മൃഗങ്ങളെ ആക്രമിക്കും മുന്നേ വില്യമും കുട്ടികളും ആ സ്രാവുകളെ വെടിവെച്ചിടാനും തുഴ കൊണ്ടടിക്കാനും ആരംഭിച്ചു. ആ ശ്രമം എന്തായാലും ഫലം കാണുക തന്നെ ചെയ്തു. വെടിയേറ്റ സ്രാവുകളെല്ലാം ചത്തുപൊങ്ങുകയും ശേഷിച്ചവ വിരണ്ടോടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കര ലക്ഷ്യം വെച്ച് അവർ തുഴച്ചിൽ തുടർന്നു. പക്ഷേ ഇതേ സമയത്താണ് തീരത്ത് ഫ്രാൻസിസിനെ കാണാതാവുന്നത്. എലിസബത്ത് അവനെ തേടി ടർക്കിനും ഡ്യൂക്കിനുമൊപ്പം ആ കാടിനുള്ളിലേക്ക് കയറി. എന്നാൽ ഇതിനോടകം തന്നെ ഫ്രാൻസിസ് ആ കാടിനുള്ളിൽ ഒരു കുട്ടിയാനെ കണ്ടെത്തിയിരുന്നു. അവനതിനെ പിടിക്കാനായി ഒരു കരിമ്പും കഷ്ണം ഒടിച്ച് കയ്യിൽ പിടിച്ച് അതിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. മുന്നിലുള്ള കരിമ്പിൻ ചെടികൾ തിന്നാൻ അവൻ വരുമ്പോൾ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന കയർ അവൻ്റെ കാലിൽ കൊടുക്കാനായിരുന്നു ഫ്രാൻസിസിൻ്റെ പദ്ധതി.
മധുരമുള്ള കരിമ്പിൻ ചെടികൾ കണ്ട കുട്ടിയാന അവൻ്റെ അടുത്തേക്ക് നടക്കാനും ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ സമയത്താണ് മുൻപ് അവരെ വെറുതെ വിട്ട ആ കടുവ അവിടേക്ക് വരുന്നത്. ഇത്തവണ അവൻ നന്നേ വിശന്നാണ് അതുവഴി വന്നത്. മുന്നിൽ ഒരു ആനക്കുട്ടിയും ഒരു മനുഷ്യക്കുട്ടിയും കണ്ടപ്പോൾ അവരെ പിടികൂടാനായി അവൻ പതുങ്ങിയിരുന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ ആ ആനക്കുട്ടി ഫ്രാൻസിസിനടുത്തേക്ക് പതിയെ നടന്നു വന്നു. ഫ്രാൻസിസ് കെട്ടിയിട്ട കയർ അവൻ്റെ കാലിൽ കുരുങ്ങിയതും അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. ഈ അവസരം മുതലാക്കി ആ കടുവ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഫ്രാൻസിസ് പേടിച്ചിട്ടാണെങ്കിലും അതിനെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കടുവ ആനക്കുട്ടിയെ തന്നെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വന്നതും ഡ്യൂക്കും ടർക്കും അവനുമേൽ ചാടി വീണു. ആ നായ്ക്കൾ രണ്ടുപേരും ആ കടുവയെ ആക്രമിക്കാൻ ആരംഭിച്ചു. അപ്രതീക്ഷിതമായി 2 നായ്ക്കൾ ചാടി വീണ് അതിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ കടുവ വേഗം തന്നെ അവിടെ നിന്ന് വിരുണ്ടോടി. തന്നോട് പറയാതെ ഈ അറിയാത്ത കാട്ടിലേക്ക് വന്നതിന് എലിസബത്ത് ഫ്രാൻസിസിനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തതിൽ അമ്മയോട് ക്ഷമ ചോദിച്ച ശേഷം ഈ ആനക്കുട്ടിയും നമുക്കൊപ്പം കൂട്ടാമെന്ന് അവൻ അമ്മയോട് ചോദിച്ചു. അമ്മ സമ്മതിച്ചതോടെ തുള്ളിച്ചാടി അവൻ ആ ആനക്കുട്ടിക്കടുത്തേക്ക് ചെന്നു. ഫ്രാൻസിസ് അവന് റോക്കി എന്ന് പേരുമിട്ടു. അങ്ങനെ ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. കടൽക്കൊള്ളക്കാർ ഏത് നിമിഷവും അവിടേക്ക് മടങ്ങി വന്നേക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ തീരത്ത് താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുടുംബം ആ കാടിനുള്ളിൽ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തിയിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ അവരവിടെ ഉണ്ടായിരുന്ന ആ വലിയ മരത്തിലാണ് വീട് കെട്ടാൻ ആരംഭിച്ചത്. ഭാരമുള്ള തടികൾ മരത്തിന് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ റോക്കിയാണ് അവരെ സഹായിച്ചത്. റോക്കി ഇതിനോടകം തന്നെ അവരോടെല്ലാം ഇണങ്ങിയിരുന്നു. റോക്കി മാത്രമല്ല, കപ്പലിലുണ്ടായിരുന്ന കുതിരകളും കഴുതകളും ഭാരം വലിക്കാൻ അവരെ സഹായിച്ചു. താറാവും കോഴികളും പശുവും ആടും അവർക്ക് ഭക്ഷണം നൽകി. ആ കുടുംബത്തിന് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്കിനി തിരിച്ചു പോകണമോ എന്ന് വില്യം തമാശ രൂപേണ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളെയുമായി ആ കാട്ടിൽ ഇത്രയും ദിവസം സുരക്ഷിതമായി താമസിക്കാൻ കഴിഞ്ഞത് തന്നെ ദൈവാനുഗ്രഹമായാണ് എലിസബത്ത് കരുതിയത്. ഇവിടെ തന്നെ കൂടാനാണോ നിങ്ങളുടെ പദ്ധതി എന്ന് അവർ വില്യമിനോട് ചോദിച്ചു. ഏതെങ്കിലും ഒരു കപ്പൽ ഇവിടേക്ക് വരുന്നതുവരെ നമുക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? നമ്മൾ അതിനാണ് ഈ കൂടാരങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് വില്യം അവരോട് പറഞ്ഞു. അങ്ങനെ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളും അവർ ആ കാടിന് നടുവിൽ കൂടാരങ്ങളുടെ പണി തുടർന്നു. 5 പേരും ആ മൃഗങ്ങളും ഒന്നിച്ചു പരിശ്രമിച്ചപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആ ജോലികൾ പുരോഗമിച്ചു. എന്നിട്ടും ഏകദേശം 1 മാസത്തോളം എടുത്തു ആ കൂടാരങ്ങളുടെ പണി പൂർത്തിയാവാൻ. ഒരു സാധാരണ വീടിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ കൂടാരങ്ങൾക്കുണ്ടായിരുന്നു. മുളകൾ ഉപയോഗിച്ച് അവർ അടുക്കളയിലേക്ക് വെള്ളം എത്തിച്ചു. ഭക്ഷണം സൂക്ഷിക്കാൻ വെള്ളം കൊണ്ട് തണുപ്പിക്കുന്നൊരു കൂളർ പോലും അവരവിടെ നിർമ്മിച്ചു. എല്ലാത്തിൻ്റെയും ബുദ്ധികേന്ദ്രം അക്കൂട്ടത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുണ്ടായിരുന്ന ഏൺസ്റ്റ് തന്നെയായിരുന്നു. ഫ്രിച്ചും വില്യമും അവൻ്റെ പദ്ധതികൾക്കനുസരിച്ച് അതെല്ലാം നിർമ്മിച്ചു. ഓരോ സംവിധാനങ്ങളും വില്യം അഭിമാനത്തോടെ എലിസബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതിനോടെല്ലാം ഒപ്പം തന്നെ വിശാലമായ കിടപ്പുമുറികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ ക്യാബിൻ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്നുവല്ലേ എന്ന് എലിസബത്ത് വില്യമിനോട് ചോദിച്ചു. ആ മുറിയുടെ മേൽക്കൂരയിൽ തുറക്കുമ്പോൾ ആകാശം കാണുന്ന രീതിയിൽ ഒരു വാതിൽ പോലും ഉണ്ടായിരുന്നു. ന്യൂഗിനിയിൽ എത്തിക്കഴിഞ്ഞ് തനിക്ക് സമാധാനമായി നക്ഷത്രങ്ങളെ കണ്ടുറങ്ങണമെന്ന് എലിസബത്ത് പറഞ്ഞത് വില്യമിൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. തനിക്ക് വേണ്ടി അതെല്ലാം നിർമ്മിച്ച, തന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും ഓർത്ത് എലിസബത്ത് കണ്ണീർ പൊഴിച്ചു. അവർ വില്യമിനെ കെട്ടിപ്പിടിച്ചു. ആ കാടിനെ അവരൊരു സ്വർഗമാക്കി മാറ്റിയിരുന്നു. പക്ഷേ അപ്പോഴും തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു ദ്വീപിലാണോ അതോ മെയിൻലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഉപദ്വീപിലാണോ എന്നൊരു സംശയം അവർക്കപ്പോഴും ബാക്കി നിന്നു. കപ്പലിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങൾ വായിച്ച് ഏൺസ്റ്റ് ചില നിഗമനങ്ങളിലെത്തി. ആ കാട്ടിലുള്ള കടുവ, ആന തുടങ്ങിയ മൃഗങ്ങളും മറ്റ് പല ജീവികളും കാണപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പഠിച്ച് തങ്ങൾ ഏഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഏതോ ദ്വീപിലോ ഉപദ്വീപിലോ ആണുള്ളത് എന്ന് അവർ മനസ്സിലാക്കി. അതൊരു ദ്വീപാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വള്ളമുണ്ടാക്കി അതിനു ചുറ്റും സഞ്ചരിച്ചേ മതിയാവൂ. വള്ളമൊക്കെ അവർ തയ്യാറാക്കിയെങ്കിലും കുട്ടികളെ അവിടേക്ക് പറഞ്ഞുവിടാൻ എലിസബത്ത് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അവർ അവിടെ അതുവരെ കാണാത്ത ഒട്ടകപ്പക്ഷിയും ആ കാട്ടിലുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞത് ഫ്രാൻസിസിനെ ഒരു ഒട്ടകപ്പക്ഷി വലിച്ചുകൊണ്ടു പോകുന്നത് കണ്ടപ്പോഴാണ്. അവൻ അതിനെയും പിടികൂടി
മെരുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും അവർ വേഗം തന്നെ ആ ഒട്ടകപ്പക്ഷിയെ പിടിച്ചു നിർത്തി അവനെ രക്ഷിച്ചു. അങ്ങനെ ഒരു ഒട്ടകപ്പക്ഷിയും അവരുടെ വീട്ടിലേക്കെത്തി. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എലിസബത്തും വില്യമും കുട്ടികളും വല്ലാത്ത സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു. യുദ്ധമോ ആക്രമണങ്ങളോ പകർച്ചവ്യാധികളോ അവർക്കവിടെ പേടിക്കാനുണ്ടായിരുന്നില്ല. എല്ലാത്തിൽ നിന്നും മാറിയൊരു സ്വർഗത്തിലാണ് തങ്ങൾ കഴിയുന്നത് എന്ന് അവർക്ക് തോന്നി. അവർ ആ കാട്ടുവള്ളികളിൽ ആടുകയും അവിടുത്തെ പുഴകളിൽ കുളിക്കുകയും ആ പുൽമേടുകളിലൂടെ ഓടി നടക്കുകയും ചെയ്തു. അവരുടെ ലോകം അവർ 5 പേരും ആ കാടും അവിടുത്തെ മൃഗങ്ങളും മാത്രമായി മാറിയിരുന്നു. മുൻപ് തമാശ പോലെ പറഞ്ഞ കാര്യം വില്യം എലിസബത്തിനോട് വീണ്ടും ചോദിച്ചു. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ഒരു സ്വർഗത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുകയില്ല. നമുക്കിവിടം വിട്ട് പോകണമോ? പക്ഷേ ആ അമ്മയ്ക്ക് തൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അവർക്കൊരു ഭാവിയുണ്ട്. അവർക്ക് ഭാര്യമാരും കുടുംബവും ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ കാലവും അവർക്കിങ്ങനെ കുട്ടികളായി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് എലിസബത്ത് വില്യമിനെ ഓർമ്മിപ്പിച്ചു. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ വില്യം, നമുക്കിവിടെ നിന്ന് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എലിസബത്തിനോട് പറഞ്ഞു. ഏൺസ്റ്റിനെയും ഫ്രിറ്റ്സിനെയും ദ്വീപിന് ചുറ്റും യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നായിരുന്നു അയാൾ പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ എലിസബത്ത് സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഏൺസ്റ്റും ഫ്രിറ്റ്സും തങ്ങൾ നിർമ്മിച്ച വള്ളവുമായി യാത്ര തിരിച്ചു. പോകും മുൻപ് ഒന്നിനും സംശയിച്ചു നിൽക്കരുത് എന്നും ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളാനും അച്ഛൻ അവർക്ക് ഉപദേശം കൊടുത്തു. അങ്ങനെ അവർ 2 പേരും ആ വള്ളത്തിൽ ദ്വീപിനെ വലം വയ്ക്കാൻ ആരംഭിച്ചു. ഇടയ്ക്ക് മടുക്കുമ്പോൾ അവർ ആ തീരത്ത് വിശ്രമിക്കും. അപ്പോഴെല്ലാം അവർ സംസാരിച്ചത് ന്യൂഗിനിയിലെത്തുമ്പോൾ തങ്ങൾ കണ്ടുമുട്ടിയേക്കാവുന്ന പെൺകുട്ടികളെക്കുറിച്ചാണ്. ആ ഒരു കാര്യം മാത്രമായിരുന്നു ഈ ദ്വീപ് വിട്ട് ന്യൂഗിനിയിലേക്ക് പോകണമെന്നൊരു തോന്നൽ അവരിലും ഉണ്ടാക്കിയത്. അങ്ങനെ സമയം ഒട്ടും വൈകിക്കാതെ അവർ യാത്ര തുടർന്നു. പക്ഷെ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ദ്വീപിൻ്റെ മറ്റൊരു വശത്ത് 2 കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ആ കൊള്ളക്കാരുടെ കപ്പലാണോ എന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു. അവരെന്താണ് ആ തീരത്ത് ചെയ്യുന്നതെന്നറിയാനായി ഇരുവരും തങ്ങളുടെ വള്ളം ആ തീരത്തേക്ക് തുഴഞ്ഞു. പക്ഷേ ശക്തമായ തിരയിൽപ്പെട്ട് ആ വള്ളം മറിഞ്ഞു. ശേഷം അത് ആ പാറയിലിടിച്ച് തകരുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും അവർ ഇരുവരും സുരക്ഷിതരായി കരയിലേക്ക് എത്തിയിരുന്നു. കൊള്ളക്കാരാകട്ടെ 2 മനുഷ്യരെയും അവിടെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ അവർ പിടിച്ചെടുത്ത കപ്പലിൻ്റെ ക്യാപ്റ്റൻ മോർലൻഡ് ആയിരുന്നു. മറ്റൊരാൾ അയാളുടെ പേരക്കുട്ടി ബർത്തയും. ക്യാപ്റ്റൻ മോർലൻഡ് അവളെ ആൺകുട്ടികളെപ്പോലെ വസ്ത്രം ധരിപ്പിച്ച് അവളുടെ മുടി മുറിച്ചിരുന്നു. കാരണം അവളൊരു പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ കൊള്ളക്കാർ അവളോട് എന്താണ് ചെയ്യുക എന്ന് അയാൾക്കറിയാമായിരുന്നു. കൗല എന്നു പേരായ കൊള്ളക്കാരുടെ നേതാവ് അവളെ പരിശോധിച്ചുവെങ്കിലും അവളൊരു പെൺകുട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. കപ്പൽ കമ്പനിയിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങാനായി ക്യാപ്റ്റൻ തൻ്റെ കൈപ്പടയിൽ അവർക്കൊരു കത്തെഴുതുക എന്നതായിരുന്നു കൗലയുടെ ആവശ്യം. കത്ത് ഞാൻ എഴുതി നൽകാമെന്നും ആ കുട്ടിയെ വെറുതെ വിടാനും ക്യാപ്റ്റൻ അവരോട് പറഞ്ഞു. ഇതോടെ അവർ ബർത്തയെ വെറുതെ വിട്ടു. ശേഷം ക്യാപ്റ്റൻ്റെ കപ്പലിൽ നിന്ന് കിട്ടിയ കൊള്ള മുതൽ എങ്ങനെ പങ്കുവയ്ക്കുമെന്നാണ് കൊള്ളക്കാർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സംസാരം ഒടുവിൽ തർക്കമായി അവർ തമ്മിലടിക്കുകയും ചെയ്തു. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ഏൺസ്റ്റും ഫ്രിറ്റ്സും വേഗം തന്നെ ക്യാപ്റ്റനും ആ പെൺകുട്ടിക്കും അടുത്തേക്കെത്തി അവരുടെ കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ ആരംഭിച്ചു. ബർത്തയുടെ കയ്യിലെ കെട്ടഴിച്ചവർ ക്യാപ്റ്റൻ്റെ കയ്യിലെ കെട്ടഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൊള്ളക്കാർ അവരെ കണ്ടു. കൊള്ളക്കാർ വാളുമായി അവർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോഴേക്കും എന്നെ രക്ഷിക്കേണ്ട ആ കുട്ടിയുമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ക്യാപ്റ്റൻ അവരോട് പറഞ്ഞു. അതോടെ അവർ മൂവരും വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദ്വീപിനുള്ളിലേക്ക് ഓടിക്കയറിയ മൂവരെയും കൊള്ളക്കാർ പിന്തുടർന്നു. ഇടയ്ക്ക് ബർത്ത വഴിയിൽ വീണുപോയപ്പോൾ അവരിരുവരും ചേർന്ന് അവളെ എടുത്തുയർത്തി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടോടി. ശേഷം അവിടെയുള്ള മുളങ്കൂട്ടത്തിൽ ഒളിച്ചിരുന്ന അവരെ കൊള്ളക്കാർക്ക് കണ്ടെത്താനായില്ല. കൊള്ളക്കാർ പിൻവാങ്ങിയതും ബർത്തയുമായി അവരിരുവരും വീണ്ടും കാട് കയറി. ബർത്ത അപ്പോഴും താനൊരു പെൺകുട്ടിയാണെന്ന് അവരോട് പറഞ്ഞിരുന്നില്ല. താൻ കപ്പലിലെ ഒരു ജോലിക്കാരനായിരുന്നുവെന്നാണ് അവൾ അവരോട് പറഞ്ഞത്. അവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ബർത്തയ്ക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ അവർ മലമുകളിലേക്ക് നടന്നു കയറി എത്തുമ്പോൾ ദൂരെ കൊള്ളക്കാരുടെ കപ്പൽ തീരം വിടുന്നതാണ് അവർ കണ്ടത്. കൊള്ളക്കാർ പോയി എന്ന് സമാധാനിച്ച്
കയ്യിലുണ്ടായിരുന്ന കോമ്പസ് നോക്കി ഏൺസ്റ്റ് തങ്ങളുടെ വീടിരിക്കുന്ന ദിശ കണ്ടെത്തി. പക്ഷെ അപ്പോഴേക്കും രാത്രിയായിരുന്നുകൊണ്ട് തന്നെ അന്നവിടെ വിശ്രമിച്ച് പകൽ പോകാമെന്നാണ് അവർ തീരുമാനിച്ചത്. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ നടുക്ക് കിടന്നോളൂ എന്ന് ഫ്രിറ്റ്സ് ബെർത്തയോട് പറഞ്ഞു. പക്ഷേ താനൊരു പെൺകുട്ടിയാണെന്ന് അവരോട് പറയാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഉറങ്ങുന്നില്ല എന്നും ഞാൻ കുറച്ചപ്പുറത്ത് മാറിയിരുന്നോളാമെന്നുമാണ് അവൾ പറഞ്ഞത്. പക്ഷേ അവളുടെ പരുങ്ങലും പേടിയുമൊക്കെ കണ്ടപ്പോൾ അവർ ഇരുവർക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. മാത്രമല്ല അവൻ്റെ കൈകൾ വളരെ മൃദുലമാണെന്നും അവനൊരു കപ്പൽ ജോലിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഏൺസ്റ്റ് ഫ്രിറ്റ്സിനോട് പറഞ്ഞു. എന്തായാലും അന്ന് രാത്രി അവിടെ തന്നെ ഉറങ്ങി. പിറ്റേന്ന് വീണ്ടും അവർ യാത്ര തിരിച്ചു. പക്ഷെ പോകും വഴിയിൽ അവർക്കൊരു പുഴ മുറിച്ചു കിടക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ആഴം കുറവാണെന്നും ഉടുപ്പൂരി വേഗം ചാടി നീന്തിക്കൊള്ളാനും ഫ്രിറ്റ്സ് ബെർത്തയോട് പറഞ്ഞു. അതോടെ അവർക്കൊപ്പം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവൾ മനസ്സിലാക്കി. ഇതോടെ അവൾ വേഗം തന്നെ ഏൺസ്റ്റിൻ്റെ തോക്കും കയ്യിലെടുത്ത് എൻ്റെ പിറകെ വരരുത് എന്ന് അവരോട് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ തങ്ങളുടെ തോക്കുമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ അവളെ സമ്മതിച്ചില്ല. ഫ്രിറ്റ്സ് അവൾക്ക് പിന്നാലെ ചെന്നവളെ പിടികൂടുക തന്നെ ചെയ്തു. എന്നാൽ ആ മൽപ്പിടുത്തത്തിനിടയ്ക്ക് അവളുടെ തൊപ്പി ഊരി മാറ്റിയപ്പോഴാണ് അവളൊരു പെൺകുട്ടിയാണ് എന്ന് ഫ്രിറ്റ്സ് തിരിച്ചറിഞ്ഞത്. എന്തിനാണ് നീ ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്ന് അവർ അവളോട് ചോദിച്ചു. പെട്ടെന്ന് കരയാൻ തുടങ്ങിയ ബെർത്തയെ ഇരുവരും സമാധാനിപ്പിച്ചു. പേടിക്കണ്ട എന്നും വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്കടുത്തേക്ക് പോകാമെന്നും പറഞ്ഞവളെ സമാധാനിപ്പിച്ച് ബെർത്തയുമായി അവർ വീണ്ടും മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. പോകും വഴിയിലുടനീളം ഫ്രിറ്റ്സ് മുന്നിൽ നടന്നു. ഏൺസ്റ്റ് ആകട്ടെ ബെർത്തയ്ക്കൊപ്പവും. ഇടയ്ക്ക് അവൻ അവളോട് വല്ലാതെ അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഫ്രിറ്റ്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അവരൊരു ചതുപ്പ് പ്രദേശത്തേക്കെത്തി. കറുത്തു കലങ്ങിക്കിടന്ന ആ വെള്ളത്തിലൂടെ അവരങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഏൺസ്റ്റ് ആകട്ടെ കോമ്പസ് നോക്കി വഴി കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. വല്ലാത്ത പേടിയായിരുന്നുവെങ്കിലും അതുവഴി പോയേ പറ്റുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ബെർത്തയും അവർക്കൊപ്പം കഴുത്തൊപ്പം വെള്ളത്തിലൂടെ അങ്ങനെ നടന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഒരു പെരുമ്പാമ്പ് ആ വെള്ളത്തിലൂടെ ഇഴഞ്ഞു വന്ന് ഫ്രിറ്റ്സിനുമേൽ ചുറ്റി വരിഞ്ഞത്. ബെർത്ത പേടിച്ച് വേഗം തന്നെ കരയ്ക്ക് കയറി. ഏൺസ്റ്റ് ആകട്ടെ അവിടേക്ക് ചെന്നതിനെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചുവെങ്കിലും ആ വെട്ടൊന്നും അതിന് കൊണ്ടില്ല. അതിനിടയ്ക്ക് പാമ്പ് ഏൺസ്റ്റിന് മേലെയും ചുറ്റി വരിയുന്നുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം അവർ ആ പാമ്പിനെ ശരീരത്ത് നിന്ന് അയച്ച് ദൂരേക്ക് തള്ളിവിട്ടു. പാമ്പാകട്ടെ അതിൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് തൻ്റെ കഴുത്തിൽ കിടന്ന കോമ്പസ് നഷ്ടപ്പെട്ടുവെന്ന് ഏൺസ്റ്റ് തിരിച്ചറിഞ്ഞത്. ആ ചെളിവെള്ളത്തിൽ അത് എവിടെ തിരയണമെന്ന് അവൻ അറിയുമായിരുന്നില്ല. അതില്ലാതെ തങ്ങൾക്ക് വഴി തെറ്റുമെന്ന് ഏൺസ്റ്റ് പേടിച്ചു. പക്ഷെ അവൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ലായിരുന്നുവെങ്കിലും കോമ്പസ് ഇല്ലാതെ ദിശ കണ്ടെത്താനുള്ള മാർഗമൊക്കെ ഫ്രിറ്റ്സിന് അറിയാമായിരുന്നു. മാത്രമല്ല അച്ഛൻ പറഞ്ഞ് സംശയിച്ച് നിൽക്കരുത് എന്നും ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യാനുമാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും യാത്ര തുടർന്നു. പക്ഷേ പിന്നെയും കുറേയേറെ ദൂരം നടന്നപ്പോൾ ബെർത്തയുടെ കാലുകൾ തളർന്നു. കൊള്ളക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് അവളുടെ കാലുകൾക്ക് പരിക്കേറ്റിരുന്നു. ഇനി ഒരല്പം പോലും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരുന്നു. നമുക്ക് വഴി തെറ്റിയെന്നും ബെർത്തയ്ക്കിപ്പോൾ നടക്കാനും പറ്റില്ല എന്ന് ഏൺസ്റ്റ് പറഞ്ഞപ്പോൾ വഴിയൊന്നും തെറ്റിയിട്ടില്ല എന്നും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂവെന്നുമാണ് ഫ്രിറ്റ്സ് പറഞ്ഞത്. നമുക്ക് വന്ന വഴിയെ തീരത്തേക്ക് പോകാമെന്ന് ബെർത്ത പറഞ്ഞപ്പോൾ ഏൺസ്റ്റും അവൾക്കൊപ്പം നിന്നു. അതോടെ മൂവരും തമ്മിൽ തർക്കമായി. നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലാണ് എന്ന് ഫ്രിറ്റ്സ് പറഞ്ഞിട്ടും അവരത് വിശ്വസിച്ചില്ല. ഇതോടെ ഏൺസ്റ്റിൻ്റെ തോക്ക് കൈക്കലാക്കി ഇനി നിങ്ങൾ എൻ്റെ ഒപ്പം വരുമോ എന്ന് നോക്കാമല്ലോ എന്ന് ഫ്രിറ്റ്സ് അവരോട് പറഞ്ഞു. അങ്ങനെ ആ തർക്കം ആ സഹോദരങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ കലാശിച്ചു. അവസാനം ആ തോക്ക് തിരിച്ചു നൽകി ഫ്രിറ്റ്സ് ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു. അങ്ങനെ ഏറെ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ചതുപ്പിൽപ്പെട്ട് കിടക്കുന്നൊരു സീബ്രയെ ഫ്രിറ്റ്സ് കണ്ടത്. അതിനു ചുറ്റും അതിനെ കൊന്നു തിന്നാനായി കഴുനായ്ക്കളും കഴുകന്മാരും കാത്തിരിപ്പുണ്ടായിരുന്നു. കഴുനായ്ക്കൾ ആ ചതുപ്പിലേക്ക് ഇറങ്ങി അതിനെ ജീവനോടെ കടിച്ചു കീറാൻ തുടങ്ങിയതും ഫ്രിറ്റ്സ് അവയെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചു. ചീറിക്കൊണ്ടവ ഫ്രിറ്റ്സിന് നേരെ തിരിഞ്ഞുവെങ്കിലും അവൻ അവയെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. കല്ലേറുകൊണ്ടൊടുവിൽ ആ കഴുനായ്ക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ശേഷം ആ ചതുപ്പിൽ വീണ് കിടക്കുന്ന സീബ്രയെ രക്ഷിക്കാൻ അവൻ ശ്രമിക്കുമ്പോഴേക്കും ഏൺസ്റ്റും ബെർത്തയും അവിടേക്ക് എത്തിയിരുന്നു. അതുവരെയുള്ള പിണക്കമെല്ലാം മറന്ന് അവരും
ആ മിണ്ടാപ്രാണിയെ രക്ഷിക്കാൻ ഫ്രിറ്റ്സിനെ സഹായിച്ചു. ഏൺസ്റ്റ് അതിന് ചവിട്ടിക്കയറാൻ ആ ചതുപ്പിൽ കമ്പുകൾ വിരിക്കാൻ ആരംഭിച്ചു. ഈ സമയം തന്നെ ദ്വീപിന്റെ മറ്റൊരു വശത്ത് വില്യമും എലിസബത്തും ഫ്രാൻസിസും അവരെ കാത്തിരിക്കുകയായിരുന്നു. അന്നാകട്ടെ ക്രിസ്മസ് രാത്രി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും മക്കൾ രണ്ടാളും ആ രാത്രിയിൽ അവിടേക്ക് തിരികെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. വീടെല്ലാം ഒരുക്കിയ ശേഷം എലിസബത്ത് ക്യാപ്റ്റന്റെ പിയാനോ വായിക്കാൻ ആരംഭിച്ചു. വില്യം അവർക്കൊപ്പം ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ഏറെ നേരം അങ്ങനെ കഴിഞ്ഞു പോയിട്ടും മക്കൾ വരാതായതോടെ അവർ പാട്ട് നിർത്തി. പക്ഷേ പെട്ടെന്നാണ് ദൂരെ നിന്നാരോ ആ പാട്ട് ഏറ്റുപാടിയത്. അവരുടെ മക്കൾ രണ്ടാളും തിരികെ എത്തിയിരുന്നു. അവരോടൊപ്പം മറ്റ് 2 അതിഥികൾ കൂടി ഉണ്ടായിരുന്നു. നടക്കാൻ കഴിയാതിരുന്ന ബർത്ത സീബ്രയുടെ പുറത്തു കയറിയാണ് അവിടെ വരെ വന്നത്. മക്കൾ രണ്ടാളും തിരികെ എത്തിയപ്പോഴാണ് ആ അച്ഛനും അമ്മയ്ക്കും ശരിക്കും അതൊരു ക്രിസ്മസ് രാവായത്. എന്നും ഒരു മകൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന എലിസബത്തിന് ഒരു ക്രിസ്മസ് സമ്മാനം പോലെയാണ് ബർത്ത അവിടേക്ക് എത്തിയത്. അവർ അവൾക്ക് തൻ്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് തന്നെ അണിയാനായി നൽകി. ഇതേ സമയം അച്ഛനും ആൺമക്കളും സംസാരിച്ചു കൊണ്ടിരുന്നത് കടൽ കൊള്ളക്കാരെക്കുറിച്ചാണ്. നമ്മൾ ഈ ദ്വീപിലുണ്ട് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും ഉറപ്പായും അവർ നമ്മെ തേടി വരുമെന്നും ഏൺസ്റ്റ് അച്ഛനോട് പറഞ്ഞു. അപ്പോഴേക്കും പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് ബർത്ത അവിടേക്കെത്തി. അതുവരെ അവളോട് വലിയ അടുപ്പമൊന്നും തോന്നാതിരുന്ന ഫ്രിറ്റ്സിന് ആ നിമിഷത്തിൽ അവളിൽ നിന്ന് കണ്ണെടുക്കാനായില്ല. അങ്ങനെ പിന്നീട് അവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഫ്രിറ്റ്സും ഏൺസ്റ്റും ബർത്തയ്ക്കൊപ്പം നൃത്തം ചെയ്യാൻ മത്സരിച്ചു. ഒടുവിൽ അത് അവർ തമ്മിലൊരു തർക്കമാവുമെന്ന് കണ്ടപ്പോൾ വില്യം തന്നെ അവളെ അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ ആഘോഷങ്ങളുടെ ആ രാത്രിയും കടന്നുപോയി. പിറ്റേ ദിവസം തന്നെ അവർ തങ്ങൾ അവിടേക്ക് വന്ന കപ്പലിൽ സ്ഫോടനം നടത്തി അത് തകർത്ത് കളഞ്ഞു. കാരണം ആ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടാൽ അതിനോട് ചേർന്നാണ് തങ്ങൾ താമസിക്കുന്നത് എന്ന് കൊള്ളക്കാർക്ക് മനസ്സിലായേക്കും. ഇതിനോടകം തന്നെ കപ്പലിൽ നിന്ന് ആയുധങ്ങളും ഉപകരണങ്ങളും വീപ്പക്കണക്കിന് വെടിമരുന്നും അവർ കരയിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ആ കപ്പൽ തകർത്ത ശേഷം ആ വെടിമരുന്നും ആയുധങ്ങളുമായി അവർ അവിടെയുള്ള കുന്നിൻ മുകളിലേക്ക് കയറി. കാരണം കുന്നിൻ മുകളിൽ നിന്ന് കൊള്ളക്കാരെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുമെന്ന് വില്യമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടേക്ക് വരുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ ആ കുന്നിലാകെ കെണികളൊരുക്കാൻ അയാൾ തീരുമാനിച്ചു. അവർ ഓരോരുത്തരും ഓരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. താഴെ നിന്ന് വരുന്ന കൊള്ളക്കാരുടെ മേലേക്ക് ഉരുട്ടിയിടാൻ വലിയ തടികൾ ആ കുന്നിൻ മുകളിൽ വെക്കാമെന്ന് പറഞ്ഞത് ഫ്രിറ്റ്സാണ്. അങ്ങനെ വലിയ തെങ്ങിൻ തടികൾ മുറിച്ച് ആ കുന്നിൻ മുകളിൽ എത്തിച്ച് അവർ അത് വള്ളികളിൽ ഉടക്കി നിർത്തി. ഏൺസ്റ്റ് ആകട്ടെ തേങ്ങകൾ കൊണ്ട് ബോംബുകൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. തേങ്ങകളിൽ ദ്വാരമിട്ടതിലെ വെള്ളം നീക്കം ചെയ്ത് അവൻ അതിനുള്ളിൽ വെടിമരുന്ന് നിറച്ചതിന് തിരിയിട്ടു. ഈ സമയം എല്ലാം അവൻ ബർത്തയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. തൻ്റെ നഗരമായ ലണ്ടനിൽ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് എന്നും നമ്മൾ അവിടെയായിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ പഠിക്കാമായിരുന്നുവെന്നും ബർത്ത അവനോട് പറഞ്ഞു. ഇതേ സമയത്താണ് കഴുത്തിൽ കുറച്ച് മണികളും തൂക്കി ഫ്രാൻസിസ് അവിടേക്ക് വന്നത്. എന്താണിത് എന്ന് അവർ അന്വേഷിച്ചപ്പോൾ കൊള്ളക്കാർ വരുമ്പോൾ ഈ മണികൾ കിലുങ്ങുമെന്നാണ് അവനവരോട് പറഞ്ഞത്. എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഓരോന്നായി ഓരോ പ്രതിരോധങ്ങൾ അവിടെ തയ്യാറാക്കപ്പെട്ടു. ഫ്രാൻസിസിന്റെ കുഞ്ഞു ബുദ്ധിയിൽ ഉദിച്ചത് മൃഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിരോധമാണ്. കുന്നിന്റെ ചുവട്ടിലായി കുഴികൾ നിർമ്മിക്കാമെന്നും അതിനുള്ളിൽ കടുവയെ പിടിച്ചിടാമെന്നും അവൻ പറഞ്ഞപ്പോൾ വില്യം അവനെ നിരാശപ്പെടുത്തിയില്ല. ചെയ്യാൻ ശ്രമിക്കാമെന്ന് അയാൾ അവന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ വീണ്ടും അവർ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടു. പിന്നീട് അവർ അവിടെ നിർമ്മിച്ച ആ പാലത്തിലിരുന്ന് തോക്കുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഏൺസ്റ്റിനെ പോലെ ഫ്രിറ്റ്സ് എന്താണ് പഠിക്കാൻ പോകാഞ്ഞത് എന്ന് ബർത്ത അവനോട് ചോദിച്ചത്. ഞാൻ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം എനിക്കറിയാമെന്നും പഠിച്ച് വല്ലവരുടെയും കീഴിൽ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും സ്വന്തമായി കുറച്ച് സ്ഥലം വാങ്ങി സമാധാനത്തോടെ എവിടെയെങ്കിലും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഫ്രിറ്റ്സ് അവളോട് പറഞ്ഞു. സത്യത്തിൽ ഏൺസ്റ്റിനോടായിരുന്നു ബർത്ത കൂടുതൽ സംസാരിച്ചിരുന്നത്. കാരണം ഏൺസ്റ്റിനെ അവൾ കണ്ടത് ഒരു സുഹൃത്തോ ഒരു സഹോദരനോ ആയിട്ടായിരുന്നു. പക്ഷേ ഫ്രിറ്റ്സിനെ അങ്ങനെ ആയിരുന്നില്ല. ഫ്രിറ്റ്സിനും അതെങ്ങനെയാണെന്നറിയാൻ മുത്തച്ഛൻ മടങ്ങി വന്നാൽ താൻ ലണ്ടനിലേക്ക് തിരിച്ചു പോകുമെന്ന് ബർത്ത ഫ്രിറ്റ്സിനോട് പറഞ്ഞു.
അപ്പോൾ ഫ്രിച്ചിൻ്റെ മുഖം മാറിയത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ശേഷം അവൾ തന്നെ തോക്കുപയോഗിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ഫ്രിച്ചിനോട് ചോദിച്ചു. അവൻ അവളെ തോക്ക് പിടിക്കാൻ പഠിപ്പിക്കുമ്പോൾ ബെർത്ത നോക്കിയത് അവൻ്റെ ചുണ്ടിലേക്കാണ്. അവളുടെ ഇച്ഛ മനസ്സിലാക്കി ഫ്രിച്ച് അവളെ ചുംബിക്കാൻ തുടങ്ങിയതും ഏൺസ്റ്റ് അവിടേക്ക് കടന്നു വന്നു. ബെർത്തയെ കാണിക്കാനായി അവൻ നല്ല വസ്ത്രങ്ങൾ അണിയുകയും കഷ്ടപ്പെട്ടൊരു തൊപ്പി തുന്നുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് ഫ്രാൻസിസ് അവിടേക്ക് വന്ന് ഫ്രിറ്റ്സിനെ വിളിച്ചുകൊണ്ടുപോയപ്പോൾ തോക്കുപയോഗിക്കാൻ ഞാൻ പഠിപ്പിക്കാമെന്ന് ഏൺസ്റ്റ് ബെർത്തയോട് പറഞ്ഞു. എനിക്കിത് ഉപയോഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് കൃത്യമായ ലക്ഷ്യത്തിൽ വെടിവെച്ച് കാണിച്ച് ബെർത്ത അവിടെ നിന്ന് പോയി. അതേസമയം തന്നെ കൊള്ളക്കാരെ വീഴിക്കാനുള്ള ഫ്രാൻസിസിന്റെ കുഴിയും അവിടെ തയ്യാറായി കഴിഞ്ഞിരുന്നു. കടുവയെ പിടിക്കാനായി അവനതിനു മുകളിൽ കുറച്ചിറച്ചിയും കെട്ടിത്തൂക്കി. ഇതിൽ കടുവയൊന്നും വീഴാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഏൺസ്റ്റ് അവനെ കളിയാക്കിയെങ്കിലും അന്ന് രാത്രി ആ കടുവ അവിടേക്ക് വരികയും ഇറച്ചിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അത് കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന അവർക്ക് അത് വിശ്വസിക്കാനായില്ല. ഫ്രാൻസിസിന് ആ കുഴിയെടുത്ത് കൊടുക്കുമ്പോഴും അതിൽ കടുവ വീഴുമെന്ന് വില്യം പ്രതീക്ഷിച്ചിരുന്നേയില്ല. എന്തായാലും അവർ വേഗം തന്നെ ആ കുഴി ഓലകൾ കൊണ്ട് മൂടി. അങ്ങനെ പിറ്റേ ദിവസം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ തീരത്ത് കൊള്ളക്കാരുടെ കപ്പലെടുത്തു. തങ്ങൾ വന്ന കപ്പൽ വില്യമും കുട്ടികളും തകർത്തു കഴിഞ്ഞിരുന്നുവെങ്കിലും പ്ലേഗ് കൂടി ഉയർത്തിയ കപ്പൽ കിടന്ന സ്ഥലം കൊള്ളക്കാരുടെ തലവനായ കൗലയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഈ സമയം ഇതൊന്നും അറിയാതെ മൃഗങ്ങൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വില്യമും കുടുംബവും. പെട്ടെന്ന് ബെർത്തയും പുറത്തിരുത്തി ആ സീബ്ര തീരത്തേക്കോടി. അവൾ അതിന് പുറത്തുനിന്ന് തീരത്തെ മണലിലേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് കൊള്ളക്കാർ തീരത്തിറങ്ങിയെന്ന് അവൾ മനസ്സിലാക്കിയത്. വേഗം തന്നെ ബെർത്ത ഈ വിവരം വില്യമിനെയും കുടുംബത്തെയും അറിയിച്ചു. സമയമൊട്ടും പാഴാക്കാതെ പേടിക്കാതെ അവർ വേഗം തന്നെ തങ്ങൾ പ്രതിരോധം തീർത്ത കുന്നിൻ മുകളിലേക്ക് കയറി. കുന്നിന് മുകളിലെത്തിയപ്പോൾ തീരത്ത് വന്നിറങ്ങിയ കൊള്ളക്കാരെ അവർ വിസിലടിച്ചു വിളിച്ചു. കൊള്ളക്കാർ വേഗം തന്നെ തങ്ങളുടെ ആയുധങ്ങളുമായി ആ കുന്നിൻ ചുവട്ടിലേക്ക് ഓടി. വില്യമും കുടുംബവും എന്തിനും തയ്യാറായി ആ കുന്നിൻ മുകളിൽ കാത്തിരുന്നു. പക്ഷെ അവിടേക്ക് എത്തുന്ന ആ പാലം കടക്കുമ്പോഴാണ് കൊള്ളക്കാർക്ക് ആദ്യ പ്രഹരമേൽക്കുന്നത്. ഫ്രിച്ച് ഒരു വള്ളി വലിച്ചതും ആ പാലം തകർന്നു. കൊള്ളക്കാരെല്ലാം ആ വെള്ളത്തിലേക്ക് വീണുകിടന്നതും ഏൺസ്റ്റ് അടുത്ത വള്ളി വലിച്ചു. ഇതോടെ തയ്യാറാക്കി നിർത്തിയിരുന്ന അമ്പുകൾ പാഞ്ഞു ചെന്ന് കൊള്ളക്കാർക്ക് മേൽ തറച്ചു. കുറച്ച് കൊള്ളക്കാർക്ക് പരിക്കേറ്റുവെങ്കിലും അവർ അവിടെ നിന്നില്ല. ആ കുടുംബത്തെ ഒന്നാകെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ അവർ നടന്നെത്തുന്നത് ആ തെങ്ങിൻ തോപ്പിലേക്കാണ്. ഫ്രാൻസിസിന്റെ കുഴികൾക്ക് മുകളിലെ ഓലകൾ ശ്രദ്ധിക്കാതെ അവരിൽ കുറച്ചുപേർ ആ കുഴികളിലേക്ക് പതിച്ചു. വിശന്ന് വലഞ്ഞിരുന്ന കടുവ അവരെ ഭക്ഷണമാക്കുകയും ചെയ്തു. പക്ഷേ കൗല അവിടെയും നിർത്തിയില്ല. പിന്തിരിഞ്ഞോടിയ തന്റെ കൊള്ളസംഘത്തെ തിരിച്ചു വിളിച്ച് അയാൾ വീണ്ടും കുന്ന് ലക്ഷ്യമാക്കി നടന്നു. അവരാ കുന്നു കയറാൻ തുടങ്ങിയതും വില്യം മുകളിൽ തയ്യാറാക്കി വെച്ചിരുന്ന വൈക്കോൽ തിരികൾക്ക് അയാൾ തീ കൊളുത്തി. ആ തിരികൾ കത്തിച്ചെന്ന് മണ്ണിൽ അവർ ഒളിച്ചു വെച്ചിരുന്ന വെടിമരുന്ന് ബോംബുകൾ പൊട്ടിച്ചിതറി. കൊള്ളക്കാർ നാലുപാടും ചിതറിയോടിയെങ്കിലും അവർ തിരിയുന്നിടത്തെല്ലാം ബോംബുകൾ പൊട്ടി. ശേഷിച്ചവർ ഭയന്ന് പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയെങ്കിലും കൗല അവരെ പോകാൻ അനുവദിച്ചില്ല. ആ കുടുംബത്തെ കൊന്നിട്ടേ പോകുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. അതോടെ ബോംബുകളില്ലാത്ത കുന്നിന്റെ ഒരു വശത്തുകൂടി അവർ മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു. വില്യം അടുത്ത് തിരി കൊളുത്തിയതും കൊള്ളക്കാർ മുകളിലേക്ക് കയറുന്ന ഭാഗത്തെ ആ വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചിതറി. അവ തൊട്ട് താഴെ നിന്നിരുന്ന കൊള്ളക്കാരുടെ ദേഹത്ത് വീണ് താഴേക്കുരുണ്ടു. വീണ്ടും അനേകം കൊള്ളക്കാർക്ക് ജീവൻ നഷ്ടമായി. പക്ഷെ അപ്പോഴും കൗല പിന്തിരിഞ്ഞില്ല. പിന്നീടാണ് അവർ ഏൺസ്റ്റിന്റെ തേങ്ങാ ബോംബുകൾ പരീക്ഷിച്ചത്. ഫ്രാൻസിസ് ഉൾപ്പെടെ അവരെല്ലാവരും ചേർന്ന് തേങ്ങാ ബോംബുകൾക്ക് തിരികൊളുത്തി കൊള്ളക്കാർക്ക് നേരെ എറിയാൻ ആരംഭിച്ചു. ബോംബുകൾ ദേഹത്ത് വീഴാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൊള്ളക്കാരെയും തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന കൊള്ളക്കാരെയും മുന്നം വെച്ച് അവർ തുരിതുരാ ബോംബ് എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബോംബുകളെല്ലാം തീരും മുന്നേ വില്യം അത് ചെയ്തു. അയാൾ കുന്നിൻ മുകളിൽ കെട്ടിനിർത്തിയിരുന്ന തടികളുടെ വള്ളി അറുത്തുമാറ്റി. രക്ഷപ്പെടാൻ കൊള്ളക്കാർക്ക് അവസരം കൊടുക്കാതെ ആ ഭീമൻ തടികൾ ഉരുണ്ട് കൊള്ളക്കാർക്ക് മേൽ വീണു. തടികൾക്കിടയിൽപ്പെട്ട് കൊള്ളക്കാരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞു. ഇനി തങ്ങൾക്ക് രക്ഷയില്ല എന്ന് കണ്ട് ശേഷിച്ചവർ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ആ കുഴിയിലേക്ക് വീണ തടിയിൽ ചവിട്ടിക്കയറി ആ കടുവയും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കൂടെയുള്ളവരെല്ലാം വിരണ്ടോടിയെങ്കിലും
തോറ്റുമടങ്ങാൻ കൗല തയ്യാറായില്ല. അയാൾ തൻ്റെ സഹായിക്കെന്തോ നിർദ്ദേശം കൊടുത്ത് കുന്നിൻ ചുവട്ടിലിരുന്നൊരു വെള്ള തുവാല വീശി കാണിച്ച് വില്യമിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഒപ്പം ഒരു കപ്പൽ പണിക്കാരൻ ചെറുക്കനുണ്ട്. അവനെ വിട്ടു തന്നാൽ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് മടങ്ങാം. ബർത്ത ഒരു പെൺകുട്ടിയാണെന്ന് അയാൾക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. മാത്രമല്ല ക്യാപ്റ്റൻ മോർലൻഡ് അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇനി കപ്പൽ കമ്പനിയിൽ നിന്ന് മോചനദ്രവ്യം കിട്ടണമെങ്കിൽ കപ്പൽ പണിക്കാരനായ ചെറുക്കനെ കിട്ടിയേ മതിയാവൂവെന്ന് കൗലയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയ കൊള്ളക്കാർ കപ്പലിൽ നിന്ന് കൂടുതൽ കൊള്ളക്കാരെയുമായി മടങ്ങി വന്നുവെന്ന് വില്യമും കുടുംബവും അറിഞ്ഞില്ല. ആ കൊള്ളക്കാർ വില്യം നിൽക്കുന്ന കുന്നിൻ്റെ പിറകുവശത്തെ കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ഈ സമയം കൗലയാകട്ടെ വില്യമിൻ്റെയും കുടുംബത്തിൻ്റെയും ശ്രദ്ധ തിരിച്ചുകൊണ്ടിരുന്നു. ആ ചെറുക്കനെ താഴേക്കിറക്കാൻ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയം ആ കൊള്ളക്കാർ പിറകിൽ കൂടി കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു മണികിലുക്കം അവർ കേട്ടത്. ഫ്രാൻസിസ് ആ മണികൾ കുന്നിൻ്റെ പിറകിലെ ചെടികളിൽ തൂക്കിയിട്ടിരുന്നു. കൊള്ളക്കാർ അതിലെയും വന്നേക്കുമെന്നറിയാവുന്ന വില്യമാണ് അവനെക്കൊണ്ട് അത് ചെയ്യിച്ചത്. അവർ വേഗം തന്നെ ബോംബുകളും തോക്കുകളുമായി വന്ന് മുകളിലേക്ക് കയറി വരുന്ന കൊള്ളക്കാരെ വെടിവെച്ചിടാൻ ആരംഭിച്ചു. തങ്ങൾക്കൊപ്പമുള്ള ഓരോരുത്തരായി വെടിയേറ്റ് താഴേക്ക് വീഴുമ്പോഴും ശേഷിച്ചവർ വീഴാതെ വേഗം മുകളിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വില്യമും കുട്ടികളും തോക്കിൽ അടുത്ത് തിരിനിറയ്ക്കുന്ന സമയം കൊണ്ട് കൊള്ളക്കാർ മുകളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അവരിൽ മിക്കവരെയും ഫ്രിച്ചും ഏൺസ്റ്റും ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് തള്ളി താഴേക്കിട്ടു. ഇതിനിടയ്ക്ക് തന്നെ ആക്രമിക്കാൻ വന്നൊരു കൊള്ളക്കാരനെ തോക്കുപയോഗിച്ച് പരിചയം പോലുമില്ലാത്ത എലിസബത്ത് ഒരുവിധം വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൂടുതൽ പേർ മുകളിലേക്ക് കയറി വന്നുകൊണ്ടേയിരുന്നു. അവരുടെ കയ്യിൽ തോക്കുകളുമുണ്ടായിരുന്നു. തങ്ങളുടെ കയ്യിലുള്ള വെടിയുണ്ടയൊക്കെ ഇതിനോടകം തീരാറായിരുന്നു. എന്തു വന്നാലും നേരിടാൻ തയ്യാറായ കുടുംബം അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ വലിയൊരു വെടിയൊച്ച കേൾക്കുന്നത്. ദൂരക്കടലിലൊരു വലിയ കപ്പൽ കൊള്ളക്കാരുടെ കപ്പലിന് നേരെ പീരങ്കി ആക്രമണം നടത്തുകയാണ്. ഇത് കണ്ട് കൗലയും സംഘവും തങ്ങളുടെ വള്ളങ്ങളിൽ കപ്പലിനടുത്തേക്ക് പോകുമ്പോൾ പീരങ്കി ഉണ്ടകൾ ആ വള്ളത്തിലേക്കും അവരുടെ കപ്പലിലേക്കും വന്ന് പതിച്ചു. കൊള്ളസംഘം ആ കപ്പലിനും വള്ളങ്ങൾക്കുമൊപ്പം ചിന്നിച്ചിതറി. ആക്രമണം നടത്തിയ വലിയ കപ്പൽ മറ്റാരുടേതുമായിരുന്നില്ല. കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട ക്യാപ്റ്റൻ മോർലൻഡിൻ്റെതായിരുന്നു. തൻ്റെ പേരക്കുട്ടിയെ തിരഞ്ഞ് അയാൾ വീണ്ടും അവിടേക്ക് വന്നിരുന്നു. തൻ്റെ മുത്തച്ഛൻ തിരിച്ചെത്തിയ സന്തോഷത്തിൽ ബർത്ത ഫ്രിച്ചിനെ ചുംബിച്ചുപോയി. അങ്ങനെ ക്യാപ്റ്റൻ മോർലൻഡും സംഘവും ആ തീരത്ത് കപ്പലിറങ്ങി. ആ കാടിന് നടുവിൽ സ്വർഗം തന്നെ അവർ പണി കഴിപ്പിച്ചത് കണ്ട് ക്യാപ്റ്റൻ അത്ഭുതമടക്കാനായില്ല. എല്ലാത്തിൻ്റെയും ബുദ്ധികേന്ദ്രമായ ഏൺസ്റ്റിനെ അയാൾ അഭിനന്ദിച്ചു. ഉന്നത പഠനത്തിനായി അവന് ലണ്ടനിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ അവസരവും അയാൾ വാഗ്ദാനം ചെയ്തു. ഏൺസ്റ്റിന് അതൊരു സ്വപ്നം പോലെയായിരുന്നു. പഠിക്കാൻ എന്നും അവന് ഇഷ്ടമായിരുന്നു. ഇപ്പോഴിതാ ലണ്ടനിലെ മികച്ച സർവകലാശാലകളിൽ തന്നെ തനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അവൻ സമ്മതമറിയിച്ചു. അതോടൊപ്പം വില്യമിനെയും എലിസബത്തിനെയും ക്യാപ്റ്റൻ ലണ്ടനിലേക്ക് സ്വാഗതം ചെയ്തു. അതല്ലെങ്കിൽ അവരെ ന്യൂഗിനിയിലേക്ക് എത്തിക്കാമെന്നും അയാൾ ഉറപ്പും കൊടുത്തു. വില്യമിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എലിസബത്ത് ആ മറുപടി പറഞ്ഞത്. ഞാനും വില്യമും ഇവിടെ തന്നെ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് കേട്ട് നിറഞ്ഞ സന്തോഷത്തോടെ വില്യം അവരെ കെട്ടിപ്പിടിച്ചു. ഫ്രിച്ചും ഏൺസ്റ്റും പോയിക്കോട്ടെ, ഞാനിങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് ഫ്രാൻസിസും അവർക്കൊപ്പം കൂടി. പക്ഷേ ഫ്രിച്ചിനും അവിടെ നിന്ന് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. ആ പുഴയ്ക്കരികിൽ അതെല്ലാം നോക്കി നിൽക്കുന്ന ഫ്രിച്ചിനടുത്തേക്ക് ബർത്ത എത്തി. അച്ഛനും അമ്മയും ഇവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ന് ബർത്ത പറഞ്ഞപ്പോൾ ഫ്രിച്ചിന് സന്തോഷം അടക്കാനായില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നാണ് ഫ്രിച്ച് കരുതിയിരുന്നത്. നീ എവിടേക്കും പോകുന്നില്ലെങ്കിൽ എനിക്കും എവിടേക്കും പോകണ്ട എന്ന് ബർത്ത പറഞ്ഞപ്പോൾ ഫ്രിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. അവർ അങ്ങനെ കെട്ടിപ്പുണർന്ന് ചുംബിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഏൺസ്റ്റ് അവിടേക്ക് കടന്നു വരുന്നത്. അത് കണ്ടതിലുള്ള ജാളിത മറച്ചുവെച്ച് തീരത്തേക്ക് പോവാമെന്നും പോവാൻ സമയമായി എന്നും അവൻ അവരോട് പറഞ്ഞു. സത്യത്തിൽ ബർത്തയും ഫ്രിച്ചും ഒന്നിച്ചതിൽ അവന് നഷ്ടബോധമൊന്നും തോന്നിയിരുന്നില്ല. കാരണം പുതിയൊരു നഗരം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ അവൻ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു ജീവിതവും. അങ്ങനെ പോകും മുൻപ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്യാപ്റ്റൻ വില്യമിനോട് പറഞ്ഞു.
ഇതൊരു പുതിയ ദ്വീപാണ്. അതിനർത്ഥം ഇതൊരു പുതിയ കോളനിയാണ്. നിങ്ങളെ ഈ പുതിയ കോളനിയുടെ ഗവർണറാക്കാൻ ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാം. വില്യമിനും എലിസബത്തിനും തോന്നിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അങ്ങനെ പുതിയ കുടിയേറ്റക്കാരെ ആ ദ്വീപിലേക്ക് കൊണ്ടുവരാനായി ക്യാപ്റ്റൻ മോർലൻഡ് വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഒപ്പം ലണ്ടനിലെ തൻ്റെ തുടർ പഠനത്തിനായി ഏൺസ്റ്റും അയാൾക്കൊപ്പം യാത്ര തിരിച്ചു. ദ്വീപിൻ്റെ ഗവർണർ വില്യമും ഭാര്യ എലിസബത്തും ഫ്രാൻസിസും പുതിയ മനുഷ്യരെ സ്വീകരിക്കാനായി അവിടെ കാത്തുനിന്നു. അതോടൊപ്പം ഫ്രിറ്റ്സും അവൻ്റെ സ്നേഹിത ബർത്തയും.